വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വിചിന്തന വിഷയമാക്കുന്നത്. വിശുദ്ധ ലൂക്ക വിവരിക്കുന്ന ഈ സംഭവം നടക്കുന്നത് ജെറീക്കോയിലാണ്. ജെറീക്കോ ഒരു ചുങ്കസ്ഥലമാണ്, ധാരാളം പേർ വന്നുകൂടുന്ന സ്ഥലം, വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവർ, കടന്നു പോകുന്ന യാത്രക്കാർ, അങ്ങനെ നിരവധി ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ജെറീക്കോ. നിരവധി തവണ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ജെറീക്കോ പരാമർശിക്കുന്നുണ്ട്. സക്കേവൂസിൻ്റെ സംഭവം നടക്കുന്നത് ജെറീക്കോയിലാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറയുന്നത് ജെറീക്കോയെ അടിസ്ഥാനമാക്കിയാണ്. ഇതുപോലെ മറ്റൊരു മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അന്ധന് കാഴ്ച നൽകുന്നതിലൂടെ ജെറീക്കോ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ നമ്മുടെ കഥാനായകൻ കുരുടനാണ്. ആകാരഭംഗിയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എന്തുമാത്രം പൊക്കമുള്ള ആളായിരുന്നു, എന്തുമാത്രം വണ്ണമുള്ള ആളായിരുന്നു, ഏത് ജാതി, വംശം, കുലം, ഗോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തിരുവചനം നമ്മോട് പറയുന്നില്ല. എങ്ങനെ അദ്ദേഹം കുരുടനായി, ഏതു വിധത്തിലുള്ള ജീവിതമാണ് അതിലേക്ക് അങ്ങേരെ നയിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ അറിവുകൾ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അജ്ഞാതമാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ ഇങ്ങനെയുള്ളവരെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ അറിവുകൾ ഇല്ല. എല്ലാം അജ്ഞാതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ മനുഷ്യന് ഒരു പേരുണ്ട്, ബർത്തിമിയൂസ്. അന്ധതയും നേത്രസംബന്ധമായ മറ്റു രോഗങ്ങളും അക്കാലത്ത് അങ്ങേയറ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും സുഖമാക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുമായിരുന്നു. വഴിയരികിലാണ് ജീവിതമെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം പെരുവഴിയായ ജീവിതം, വഴിയാധാരമായ ജീവിതം, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള മേൽവിലാസങ്ങൾ തേടുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, മേൽവിലാസം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തിരുവചനം വ്യക്തമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ നിസ്സഹായത, ബലഹീനത, അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, ഇതേക്കുറിച്ചൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുരുടന്മാർക്ക് കേൾവിശക്തി കൂടുതലാണെന്നാണ് പൊതുവെ പറയുന്നത്. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം, ഇതൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ കണ്ണ് കാണാത്ത മനുഷ്യനാണെങ്കിലും കേൾവിക്ക് കുറവില്ല, സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ ശബ്ദ കോലാഹലങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. കടന്നു പോകുന്നത് ജനക്കൂട്ടമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതേസമയം തൻ്റെ ജീവിതാവസ്ഥയും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഒരു അവബോധം, സ്വയ അവബോധം, അതാണ് ഇദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് ആരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുക. ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോകുന്ന വലിയ മനുഷ്യൻ ആരാണ്? എങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് കാണും? വിളിച്ച് ചോദിച്ച് കാണുമോ? അടുത്തുള്ളവരെ വിളിച്ചിട്ടുണ്ടാകുമോ? എങ്ങനെയാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത് എന്നും തിരുവചനം പറയുന്നില്ല. ഇപ്പം എങ്ങനെ വിളിച്ചിട്ടുണ്ടാവും? എന്താണാവോ ചോദിച്ചിട്ടുണ്ടാവുക? സംസാരശേഷിയുള്ള അന്ധനായിരുന്നുവെങ്കിൽ ഏത് വിധത്തിലായിരിക്കും തൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ജനം എന്തായാലും ഉത്തരം പറയുകയാണ്. ആ നല്ല മനുഷ്യർക്ക് നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ചോദിക്കുന്നത് കുരുടനാണെങ്കിലും ഉത്തരം പറയാനുള്ള നല്ല മനസ്സ് ജനക്കൂട്ടത്തിൽ ആർക്കൊക്കെയോ ഉണ്ടായിരുന്നു. അവർ പറയുന്നു കടന്നു പോകുന്നത് നസ്രായനായ യേശുവാണ് എന്ന്. അതിന് കുരുടനിലുണ്ടാക്കിയ പ്രതികരണം വളരെ വലുതാണ്. സുഖപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പേര് വിളിച്ച് കനിയണമേ എന്ന് ഈ മനുഷ്യൻ പറയുന്നത്? ഇപ്പോൾ കടന്നു പോകുന്നത് നസ്രായനായ യേശുവാണെന്ന് ജനം പറയുമ്പോൾ ഉടനെ തന്നെ സുഖം പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം നിലവിളിക്കുകയാണ് കർത്താവിനെ വിളിച്ചുകൊണ്ട്. അപ്പം അത്രമാത്രം വലിയ ആഗ്രഹത്തോടുകൂടി വഴിയരിയിലിരിക്കുന്ന മനുഷ്യൻ. അങ്ങനെയെങ്കിൽ ഈശോയോടൊപ്പം നടന്ന ആളുകളുടെ മനോഭാവം എന്തായിരിക്കും? ഇവർക്കാർക്കും വിളിക്കണമെന്ന് തോന്നിയില്ലേ? ഇവരൊക്കെ വിളിച്ചിട്ട് കൂടെ കൂടിയതാണോ? എന്താണ് ഇവർക്ക് ആഗ്രഹമൊന്നും ഇല്ലാതിരുന്നത്? എന്താണ് ഈ കൂടിയ ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം? വചനം കേൾക്കാൻ കൂടിയതായിരുന്നു, കർത്താവിനെ കാണാൻ കൂടിയതായിരുന്നു, സുഖമാക്കപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് കൂടിയതായിരുന്നു, അതോ ഇനി കർത്താവിൽ കുറച്ച് കുറ്റം കണ്ടെത്താൻ വേണ്ടി കൂടിയതായിരുന്നു, അവിടുത്തെ വിമർശിക്കാൻ വേണ്ടി കൂടിയതായിരുന്നു? ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇവർ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ ഈ ജനക്കൂട്ടത്തോടൊപ്പം യാത്ര ചെയ്യുന്ന കർത്താവ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് ഈ വഴിയരികിലിരിക്കുന്ന മനുഷ്യൻ്റെ നിലവിളി.
കർത്താവെ കനിയണമേ എന്നുള്ള നിലവിളി. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ആരും കുരുടൻ നിലവിളിച്ചതുപോലെ നിലവിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതൊരു സാധാരണ നിലവിളി ആയിരുന്നില്ല, സുഖമാക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള നിലവിളിയായിരുന്നു. ഹൃദയദാഹത്തോടെ, ഉറച്ച മനസ്സോടെ, ഏക ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു നിലവിളി, ഉള്ളു തുറന്നും ഹൃദയം നൊന്തുള്ള നിലവിളി. ആ നിലവിളിക്ക് ഉത്തരമുണ്ടായി. ആ നിലവിളി കർത്താവ് കേൾക്കുകയാണ്. അപ്പോൾ ജനത്തിനും വ്യക്തമായ ഒരു ബോധ്യമായിരുന്നു അത്. കടന്നു പോകുന്നത് നസ്രായനാണെന്ന് മാത്രമേ അവർ തിരിച്ചറിയുന്നുള്ളൂ. അവർ ശകാരിക്കുകയാണ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ്. ഈ ജനക്കൂട്ടത്തിൻ്റെ സ്വരത്തിനും മുകളിലെത്തും വിധത്തിലുള്ള ഒരു നിലവിളിയാണ് ഈ പറയുന്ന മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നത്. അത്രമാത്രം ശക്തമായ ഒരു നിലവിളിയിലാണ് കർത്താവ് നിൽക്കുന്നത് പോലും. അപ്പം അങ്ങനെയെങ്കിൽ കർത്താവിനെ കേൾക്കാൻ തക്ക വിധത്തിൽ വിളിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം. കർത്താവിനെ കേൾക്കാൻ പറ്റാതെ വന്നതായിരിക്കാം മറ്റുള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നവും. ജനം പറയുന്നു നിശബ്ദരായിരിക്കാൻ. ഒരിക്കലും നിശബ്ദരായിരിക്കാൻ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. കഴിയാത്തവരാണ് ജനക്കൂട്ടം. ആൾക്കൂട്ടം പറയുന്നു അന്ധനോട് നിശബ്ദരായിരിക്കാൻ. ഒരിക്കലും അങ്ങനെയുള്ള മനുഷ്യരെ കേൾക്കാൻ ഈ മനുഷ്യൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഉറച്ച ബോധ്യം, ആത്മധൈര്യം. ആവശ്യക്കാരന് എന്ത് ഔചിത്യം! കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്തായിരിക്കാം കാരണം? കർത്താവിനെക്കുറിച്ച് നല്ലതുപോലെ കേട്ടിട്ടുണ്ടാകണം, അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് കാണണം, പിന്നെ മറ്റ് പലരുടെയും അഭിപ്രായങ്ങളും അദ്ദേഹം കേട്ട് കാണും. പ്രവാചകൻ, ഏലിയ, സ്നാപക യോഹന്നാൻ എന്നിങ്ങനെ പലതും. അപ്പോൾ അദ്ദേഹം വിളിക്കുന്നത് ദാവീദിൻ്റെ പുത്ര കനിയണമേ എന്നാണ്. ജനത്തിന് നസ്രായനായ യേശുവാണെങ്കിൽ ബർത്തിമിയൂസ് എന്ന് പറയുന്ന മനുഷ്യന് കർത്താവ് ദാവീദിൻ്റെ പുത്രനാണ്. അപ്പോൾ ഈ വിളിയിൽ നിന്ന് വേണമെങ്കിൽ കുരുടൻ യഹൂദനാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കരുണയ്ക്കായി കർത്താവിനെ സമീപിച്ച പലരും അങ്ങനെയാണ് ഈശോയെ വിളിച്ചിട്ടുള്ളത്. ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ. 10 കുഷ്ഠരോഗികൾ വിളിച്ചപേക്ഷിച്ചും ഇതേ വാക്കുകൾ തന്നെയാണ് ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവെ കനിയണമേ എന്ന്. അപ്പോൾ ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്നാണ് ഇസ്രായേൽ ജനവും വിളിക്കുന്നത്. ആ വിളിയിൽ കർത്താവ് നിൽക്കുകയാണ്. നാളിതുവരെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച നമുക്ക് കർത്താവ് നമ്മുടെ വിളി കേട്ട് നിൽക്കത്തക്ക വിധത്തിൽ ആ വിളിയെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്തേക്ക് വരാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. ആ നിലവിളി കേൾക്കുന്ന ദൈവം, കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം, ആ വിളി കേൾക്കാൻ വേണ്ടി മാത്രം കർത്താവ് നിൽക്കുകയാണ്. അവിടുന്ന് ആവശ്യപ്പെടുന്നു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. പെരുവഴിയിലെ ജീവിതം എല്ലാം കർത്താവിനെ കണ്ടുമുട്ടാനുള്ള അവസരമായിട്ട് മാറുകയാണ്. അപ്പോൾ വഴിയാധാരമായ ജീവിതം, പെരുവഴിയിലായ ജീവിതം, അത് കർത്താവിനെ കണ്ടെത്താനുള്ള ഒരു അവസരം. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക. വഴിയാധാരമായ ജീവിതം, പെരുവഴിയിലായ ജീവിതം, പരിഭവങ്ങളുടെയും പരാതികളുടെയും ലോകം ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈശോയുടെ ചോദ്യം ഇതാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? അപ്പോൾ ശകാരിച്ച ജനം നിശബ്ദരായിരിക്കാൻ പറയുന്നു. കുരുടനെയും എടുത്ത് അവർ കർത്താവിൻ്റെ അടുത്ത് വരുന്നു. കുരുടൻ കർത്താവിൻ്റെ മുമ്പിൽ അടുത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ചോദ്യം ഇതാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് കുരുടൻ്റെ ആവശ്യം ആരാഞ്ഞുള്ള ചോദ്യം. കുരുടന് കാഴ്ചയാണ് വേണ്ടതെന്ന് കർത്താവിന് അറിയാമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ആവർത്തിക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ ഒരവസരം കർത്താവ് നൽകുകയാണ് ചെയ്യുന്നത്. വിശ്വാസം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന കുരുടൻ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു പരിശ്രമം കൂടി ഈ മനുഷ്യൻ നടത്തുകയാണ്. ആവർത്തനത്തിലൂടെ ആഴപ്പെടുന്ന വിശ്വാസം, ആവശ്യങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയാനുള്ള നല്ല മനസ്സ്. സുവിശേഷത്തിൽ ഇത്തരം ചോദ്യങ്ങൾ വളരെ അപൂർവമാണ്. ഇങ്ങനെയൊരു ചോദ്യം പിന്നീട് നാം കാണുന്നത് ബത്സൈദ കുളക്കരയിലെ രോഗിയോടാണ്. നിനക്ക് സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രാർത്ഥന വിശ്വാസത്തോടെ, ഞാൻ ഈശോയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, ഈശോ എന്താണ് എനിക്ക് ചെയ്തു തരേണ്ടത്, എന്താണ് ഞാൻ ഈശോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈശോയുടെ സമീപം കൂടിയ ജനക്കൂട്ടത്തിൽ ഒരാളും ഇത്തരത്തിലുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. ഒരു വലിയ കൂട്ടം ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒരാൾ പോലും തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹം തുറന്നു പറഞ്ഞ് ഈ മനുഷ്യൻ നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു എന്നുള്ളതല്ല,
ഉത്തരവും കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അത്. കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അതിനർത്ഥം ഈ മനുഷ്യൻ ഒരിക്കൽ കാഴ്ചയുള്ളവനായിരുന്നു, പിന്നീട് എങ്ങനെയോ കാഴ്ച നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കാഴ്ചയുടെ വില എന്താണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കാഴ്ച വീണ്ടും കിട്ടണം എന്ന് ഈശോയോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കാഴ്ച വീണ്ടും കിട്ടത്തക്ക വിധത്തിലാണ് ഈ മനുഷ്യൻ ഈശോയെ വിളിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അദ്ദേഹത്തെ ഈശോ തൊട്ടു സുഖമാക്കുന്നു, ലൂക്കായുടെ വീക്ഷണത്തിൽ വാക്കുകൊണ്ട് സുഖമാക്കുന്നു, അല്ലെങ്കിൽ വചനം കൊണ്ട് സുഖമാക്കുന്നു. ഈശോയിലുള്ള വിശ്വാസം കുരുടന് കാഴ്ച കൊടുക്കുകയാണ്. ഈശോയിലുള്ള വിശ്വാസം വഴി കുരുടൻ ജീവിത സാഫല്യം നേടുകയാണ്. ആ വിശ്വാസം വഴി ഒരു ചിരകാല അഭിലാഷം പൂർത്തിയാക്കുകയാണ് ഈ മനുഷ്യൻ. ഇത് കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ജനത്തെയാണ് നാം കാണുന്നത്. വഴിയാധാരമായ പെരുവഴിയിലായ ഒരു ജീവിതം കർത്താവിൻ്റെ അടുത്ത് വരുന്നു, സുഖം പ്രാപിക്കുന്നു. ജനത്തിന് ദൈവത്തെ സ്തുതിക്കാൻ ഒരവസരമായി മാറുകയാണ്. മറ്റുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരവസരം കൂടി ഈ കുരുടൻ വഴി ലഭിക്കുകയാണ് ചെയ്യുന്നത്. കുരുടന് കർത്താവ് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ കണ്ടാണ് ജനം ദൈവത്തെ സ്തുതിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്ന ജനം, ശകാരിച്ച ജനം, നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെട്ട ജനം, ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ജനം. എന്തുമാത്രം നമുക്ക് ജനത്തെ ആശ്രയിക്കാൻ സാധിക്കും? ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജനം പറയുന്നത് കേട്ട് മിണ്ടാതിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്നും പെരുവഴിയിലായേനെ, എന്നും വഴിയാധാരമായ ഒരു ജീവിതമായേനെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് കടന്ന് ചിന്തിക്കാൻ ഈ മനുഷ്യന് സാധിച്ചു. അതാണ് കൂടുതൽ കൃപകൾ സ്വീകരിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ബർത്തിമിയൂസ് എന്ന പേരിനർത്ഥം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ എന്നാണ്. ജനത്തെ കേട്ടില്ല, അവരുടെ ശകാരം കേട്ടില്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അതുവഴി തൻ്റെ പേരിൻ്റെ അർത്ഥത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഈ മനുഷ്യൻ വളരുകയാണ്. ബർത്തിമിയൂസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ, തൻ്റെ ജീവിതം കൊണ്ട് അനേകരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരികയാണ്. കേൾക്കേണ്ടവനെ കേൾക്കാനുള്ള മനസ്സ്, നല്ല മനസ്സ് ബർത്തിമേസിനുണ്ടായിരുന്നു. നോട്ടം മാറ്റുക, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മാർഗം മാറ്റുക, വഴിയരിയിൽ നിന്ന് ഈശോയുടെ അരികിലേക്ക്, ജീവിതം മാറ്റുക കർത്താവിലേക്ക്. അങ്ങനെ എല്ലാം മാറാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ ജീവിതം തന്നെയും മറിയുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ. അങ്ങനെയെങ്കിൽ ബർത്തിമേയൂസ് പറഞ്ഞു തരുന്ന ചില സുപ്രധാനമായ പാഠങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ കടന്നു പോകുന്നത് ആരാണെന്ന് അറിയുക. ഈശോയാണ് കടന്നു പോകുന്നുള്ള തിരിച്ചറിവ് ആ മനുഷ്യന് ലഭിക്കുകയാണ്. അതോടൊപ്പം താൻ ആരാണ് എന്നറിയുക. വഴിയാധാരമായ ജീവിതമാണ്, അന്ധനാണ്, തനിക്ക് കർത്താവിൻ്റെ ആവശ്യമുണ്ട്. ആ വിധത്തിലാണ് ഉള്ള അവബോധത്തിലേക്കാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. പിന്നീട് ജനത്തെ കേൾക്കാതിരിക്കുക, അവരുടെ ശകാരങ്ങൾ കേൾക്കാതിരിക്കുക, കടന്നു പോകുന്ന ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പിന്നീട് നാം കാണുന്നത്. അപ്പോൾ ജനത്തിന് നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെങ്കിൽ അത് അന്ധനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവിടെയാണ് എല്ലാം മറിയുന്നത്. അങ്ങനെ അറിഞ്ഞ ഈശോയെ വിളിച്ചപേക്ഷിക്കുക, ആ വിളിച്ചപേക്ഷ ഈശോയുടെ സന്നിധിയിൽ തൻ്റെ ആവശ്യങ്ങൾ ഉണർത്തിക്കുക. അങ്ങനെ ആവശ്യം പറയുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന വലിയ അനുഭവത്തിന് സ്വജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക. ആ അനുഭവത്തിലേക്ക് വരാൻ വ്യക്തിപരമായ അറിവുണ്ടായിരിക്കുക. നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ പ്രത്യാശ കൈവിടാതെ പെരുവഴിയിലാണെങ്കിലും കർത്താവിനെ വിളിക്കാനുള്ള നല്ല മനസ്സ് ഉണ്ടായിരിക്കുക. നിരന്തരം നിരാശപ്പെടാതെ കർത്താവിനെ വിളിക്കുക. ഇങ്ങനെയുള്ള നല്ല പാഠങ്ങളാണ് ഈ മനുഷ്യൻ പറഞ്ഞു തരുന്നത്. ഒരിക്കലും ജനത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടിട്ടോ ജനം പറയുന്നത് കേട്ടിട്ടോ തൻ്റെ ജീവിതത്തിന് വിലയിടാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ ജീവിതത്തിന് വില കൽപ്പിക്കേണ്ടത് ദൈവം തന്നെയാണ്. വിളിച്ചപേക്ഷിക്കുന്നതും ആ ദൈവത്തെ തന്നെയാണ്. ജനത്തിന് കർത്താവ് നസ്രായനായ യേശുവാണെങ്കിൽ വിശ്വസിക്കുന്നവന് അവിടുന്ന് ദാവീദിൻ്റെ പുത്രനാണ്. ആ വ്യത്യാസം നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ജനം പലപ്പോഴും ഈശോയെ കണ്ടിരുന്നത് നസ്രായനായ യേശുവായിട്ടാണ്, ആശാരിയുടെ മകനായിട്ടാണ്, തച്ചൻ്റെ മകനായിട്ടാണ്, പ്രവാചകന്മാരിൽ ഒരുവനായിട്ടാണ്. വിശ്വാസിക്ക് അങ്ങനെയല്ല. അവിടുന്ന് ദാവീദിൻ്റെ പുത്രനാണ്, കനിയുന്ന ദൈവമാണ്, നിലവിളി കേൾക്കുന്ന ദൈവമാണ്, കരയുന്ന അവരുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവമാണ്. ആ വലിയ ബോധ്യമാണ് ബർത്തിമേയൂസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. അപ്പോൾ ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതം കർത്താവിന് പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ എന്താണ് ഈശോയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്? ബർത്തിമേയൂസിനെ പോലെ
എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന വ്യക്തമായ ഉദ്ദേശം എനിക്കുണ്ടോ, നിയോഗശുദ്ധിയുണ്ടോ, അത്രമാത്രം വ്യക്തതയോടുകൂടിയാണോ ഞാൻ കർത്താവിനെ വിളിക്കുന്നത്? വിളിക്കുന്നെങ്കിൽ ബർത്തമിയൂസ് വിളിച്ചതുപോലെ കർത്താവ് നിൽക്കത്തക്ക വിധത്തിൽ വിളിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിളി കേൾക്കുന്ന ദൈവം, നിലവിളിക്ക് ഉത്തരം തരുന്ന ദൈവം, അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴുള്ള നമ്മുടെ ജീവിതം. കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.